സന്തോഷ് ട്രോഫി ഫൈനൽ റൗണ്ടിൽ ടീമിന്റെ കളി കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് കേരള കോച്ച് ബിബി തോമസ്. ഫൈനൽ റൗണ്ടിന് മുൻപ് നടത്തുന്ന ക്യാമ്പിൽ താരങ്ങളുടെ പ്രകടനം നോക്കി മാറ്റങ്ങൾ വരുത്തുമെന്ന് ബിബി തോമസ് മീഡിയ ഓണിനോട് പറഞ്ഞു. കേരളം ഫൈനൽ റൗണ്ടിൽ പ്രവേശനം നേടിയതിന് പിന്നാലെയാണ് കോച്ചിന്റെ പ്രതികരണം. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ 3 മത്സരങ്ങളിലും പരാജയം അറിയാതെ കേരളം ഇതാ ഫൈനൽ റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ടീമിന്റെ കോച്ച് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ എന്തൊക്കെയാണ് ഇനി അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ ഉള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ടീം കുറഞ്ഞ കാല സമയം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ കളിക്കാൻ പറ്റി. അത് പ്ലേയേഴ്സിന്റെ ഒരു ഗുണമാണ്. അത്രയും പൊട്ടൻഷ്യലുള്ള പ്ലേയേഴ്സാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും ഇനി കൂടുതൽ സമയം നമുക്ക് പ്രാക്ടീസ് സെഷന് വേണ്ടി കിട്ടും. ഇതിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നല്ല മത്സരം കാഴ്ചവെക്കാനും ടീം മുന്നോട്ട് പോകാനും നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പോ 2 ടീമുകളും കളിച്ച ടീമുകളൊക്കെ ചെറിയ ടീമുകളായിരുന്നു. ഇനിയിപ്പോ കളിക്കാൻ പോകുന്നത് വലിയ ടീമുകളോടാണ്. എന്തെങ്കിലും കളിയിൽ ഇനി എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ, അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും ഒരു ഒത്തിണക്കത്തോടു കൂടിയിട്ട് കളിക്കണം. പക്ഷേ ഇതിൽ ചെറിയ ടീം വലിയ ടീമൊന്നുമല്ല. എന്താ കാരണം ചെന്ന് റെയിൽവേസ് ലക്ഷദ്വീപായിട്ട് ഒരു ഗോളിനാണ് ജയിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെങ്ങനെ കളിക്കുന്നു അതിന്റെ ഇമ്പാക്റ്റ് ആണ് ഗോൾ സ്കോർ ചെയ്തിട്ട് കയറി വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടാവുന്നത്. പക്ഷേ ഇതിൽ ചെറിയ ടീമില്ല. നമ്മൾ റെയിൽവേസ് ആയിട്ട് കളിക്കുമ്പോൾ റെയിൽവേസ് ഏറ്റവും ബെസ്റ്റ് ടീമാണ്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ നന്നായിട്ട് കളിച്ചു. നമ്മുടെ ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ട് നമുക്ക് സ്കോർ ചെയ്യാനോ ഫംഗ്ഷൻ ചെയ്യാനോ കൂടുതൽ പറ്റിയില്ല. പക്ഷേ ഒബിയസ്ലി നെക്സ്റ്റ് അടുത്ത 2 മത്സരങ്ങൾ നമുക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റി. ഗോൾ വഴങ്ങിയില്ല. അത് തന്നെയാണ് ടീമിന്റെ ഏറ്റവും വലിയൊരു സ്ട്രോങ് പോയിന്റ്. അപ്പൊ ഇനി എന്തെങ്കിലും സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ? ടീമിന്റെ അകത്ത് എന്തെങ്കിലും പുതിയ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ കാര്യങ്ങൾ ഉണ്ടാവോ? തീർച്ചയായിട്ടും ക്യാമ്പ് വിളിക്കും. അതിലെ പെർഫോമൻസ് നോക്കിയിട്ട് തന്നെയാണ്. എപ്പോഴും നമ്മൾ പെർഫോമൻസിനാണ് മുൻതൂക്കം നൽകുന്നത്. പെർഫോമൻസ് എങ്ങനെയാണ് കാഴ്ചവെക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ടീം നമ്മൾ അനൗൺസ് ചെയ്യുക. എന്തായാലും സന്തോഷ് ട്രോഫിയിൽ ഫൈനൽ റൗണ്ട് കളിക്കാൻ പോവുകയാണ് കേരളം. ഡിസംബറിൽ ഫൈനൽ റൗണ്ടിനായി നമ്മുടെ ടീം ബൂട്ട് കെട്ടും. അപ്പോൾ നമ്മുടെ ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ക്യാമറമാൻ അനുരൂപ് ചീക്കോടിനൊപ്പം ദൃശ്യ പുതിയടത്ത്, മീഡിയ 1 കോഴിക്കോട്.